തീ തിന്നുന്ന പാചകവാതകം. അല്ലേലും പാചകവാതകം അങ്ങനെ എരിഞ്ഞു തീരുമ്പോൾ നമ്മുടെയൊക്കെ നെഞ്ചിൽ തീയാണ്. ദൈവമേ, ഇത് ഇപ്പോൾ തീരുമല്ലോ എന്ന് ആലോചിച്ചിരിക്കും. ഇനി ഇപ്പോൾ തീർന്നാൽ വീണ്ടും അടുത്ത സിലിണ്ടർ എടുക്കാൻ എത്ര കാശ് മുടക്കണം എന്നൊക്കെയാണ് നമ്മുടെ ചിന്ത. കാരണം സിലിണ്ടറിൽ ഗ്യാസ് തീരും തോറും വീണ്ടും വർദ്ധിച്ച വിലയെക്കുറിച്ചാണ് നമ്മൾ ആലോചിക്കുക. പക്ഷേ പ്രതിസന്ധി അതിലപ്പുറമാണ്. രാജ്യത്ത് പാചകവാതക പ്രതിസന്ധി തുടരുന്നു. പാചകവാതക വിതരണം ഗാർഹിക ഉപഭോക്താക്കളിൽ മാത്രമായി നിയന്ത്രിക്കാൻ രാജ്യത്തെ എണ്ണ വിപണന കമ്പനികളോട് പെട്രോളിയം മന്ത്രാലയം നിർദ്ദേശിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഗാർഹിക ഉപഭോക്താക്കൾക്ക് പോലും പല സ്ഥലങ്ങളിൽ നിന്നും ഗ്യാസ് ലഭ്യമാകുന്നില്ല എന്നതൊരു നഗ്നമായ സത്യമാണ്. പലപ്പോഴും വിളിച്ചിട്ട് ഫോണിൽ കിട്ടുന്നില്ല, ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നു. ഇനി എവിടെ നിന്നാണ് ഗ്യാസ് എടുക്കേണ്ടത് തുടങ്ങി പലരും നമ്മുടെ കമന്റ് ബോക്സിൽ തന്നെ ചോദിക്കുന്നുണ്ട്. വ്യക്തിപരമായും പലരും അന്വേഷിക്കുന്നുണ്ട്. സംസ്ഥാനത്തെ ഹോട്ടലുകളും റെസ്റ്റോറൻറ്റുകളുമാണെങ്കിലോ അത് കടുത്ത പ്രതിസന്ധിയാണ് നേരിടുന്നത്. കാരണം ഈ ഗാർഹിക ഉപയോഗത്തിന് മാത്രമാണല്ലോ ഗ്യാസ് നൽകുക, അങ്ങനൊരു നിയന്ത്രണം വന്നിട്ടുള്ളത്. വീടുകളിലും ഗ്യാസ് ലഭിക്കാത്ത പ്രതിസന്ധി ഉള്ളതിനെ പറ്റി ഞാൻ പരാമർശിച്ചിരുന്നു. ഇതൊക്കെ ചേർത്ത് നമുക്ക് ശ്യാം പ്രസാദ് ഉത്തരനോട് തന്നെ ചോദിക്കാം എന്താണ് സംഭവിക്കുന്നത് എന്ന്. ശ്യാം, ഗുഡ് മോർണിംഗ്. ഹോട്ടലുകൾക്ക് ഗ്യാസ് കിട്ടാനില്ല, ഗാർഹിക ഉപയോഗത്തിനും ഗ്യാസ് കിട്ടാനില്ലെന്ന് ഒരുപാട് പേർ പരാതിയും പറയുന്നു. എന്താണ് അവസ്ഥ ശ്യാം? മോത്തി, നമ്മുടെ ഈ പശ്ചിമേഷ്യൻ യുദ്ധം ഇങ്ങനെ നിൽക്കുന്ന കാരണം രാജ്യത്തെ പാചകവാതകം അതിൻ്റെ വിതരണം പ്രതിസന്ധിയിലായതോടെ ഹോട്ടലുകളും റെസ്റ്റോറൻറ്റുകളും വലിയ ബുദ്ധിമുട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ഹോട്ടൽ ഉടമ ചേരുന്നുണ്ട്. ചേട്ടാ, ഇവിടെ ഇപ്പോൾ ഗ്യാസിൻ്റെ അവസ്ഥ എങ്ങനെയാണ്? ഗ്യാസ് ഇപ്പോൾ കഴിഞ്ഞ ശനിയാഴ്ചയാണ് അവർ സപ്ലൈ ചെയ്തത്. ഏജൻസി റോസ് ഫ്ലെയിംസ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് അവരിപ്പോൾ ഫോൺ കൊടുക്കണില്ല, ഒന്നും സപ്ലൈ ഒന്നും കിട്ടണില്ല നമുക്ക്. നമ്മളിപ്പം ഒരു സിലിണ്ടർ വെച്ച് ഇന്നും കൂടി ഓടാനുള്ള ഇതുണ്ട്. വിറകിലേക്ക് വിറകടുപ്പിലേക്ക് മാറുകയാണ് ഞങ്ങൾ. വിറകടുപ്പിലേക്ക് മാറുക. നമ്മളിവിടെ ഊണ് 7 പേർക്ക് ബഫേ സദ്യയാണ് കൊടുക്കുന്നത്. അത് നിർത്താൻ പറ്റില്ല. ഒത്തിരി ഈ എറണാകുളം ജില്ലയിൽ നിന്ന് ഒത്തിരി ആൾക്കാർ വരണേ എല്ലാ ദിവസവും 12 മണി തൊട്ട് 3 മണി വരെ. ഇവിടെ എത്ര സിലിണ്ടർ വേണ്ടി വരും? ദിവസം 4 സിലിണ്ടർ വേണം നമുക്ക്. എത്ര സിലിണ്ടർ ഇപ്പം നിലവിൽ കയ്യിലുണ്ട്? കയ്യിലിപ്പം ഇനി ഒരു സിലിണ്ടറോളം ഉള്ളൂ. ഇന്നത്തെ കാര്യങ്ങൾ നടക്കും. ഇപ്പം നമ്മൾ അപ്പുറത്തേക്ക് നടക്കില്ല. അപ്പം ഇനിയിപ്പോൾ നാളേക്ക് എന്ത് ചെയ്യും? നാളേക്ക് കട അടച്ചിടാനുള്ള പരിപാടിയാണ്. കട അടച്ചിട്ടാനുള്ള ഒരു സംവിധാനത്തിലേക്ക് മാറുകയാണ്. ഞാനിപ്പോൾ തൊട്ടപ്പുറത്തൊരു ഹോട്ടലുണ്ട്, ആര്യസ് എന്ന് പറഞ്ഞാൽ. അവിടെ ചെന്നപ്പോഴത്തേക്ക് പറഞ്ഞാൽ ഉച്ചക്കത്തെ ഊണ് നിർത്തി. ഇന്നോട്ട് ചില ഹോട്ടലുകാരൊക്കെ ഊണിൻ്റെ പരിപാടികളൊക്കെ നിർത്തി. ബ്രേക്ക്ഫാസ്റ്റ് മാത്രം, ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും മാത്രമാക്കി. ഇവിടെ ആനന്ദാസ് ഉണ്ട്, അവരൊക്കെ അങ്ങനെയാണ് ചെയ്തേക്കുന്നത്. ഊണിൻ്റെ പരിപാടി ഗ്യാസിൻ്റെ ലഭ്യത കുറവ്. എത്ര നാളായിട്ട് ഈ ഒരു പ്രതിസന്ധി ഇങ്ങനെ തുടരുന്നു? ഒരാഴ്ചയായിട്ടാണ് പരിഹാരം എന്ന രീതിയിൽ എന്തെങ്കിലും അവരെന്തെങ്കിലും പറയാനുണ്ടോ? ഇപ്പോൾ ഇതിൻ്റെ ഏജൻസിക്കാർ ഫോൺ എടുക്കണില്ല. അവർ പറയണത് സിലിണ്ടർ സ്റ്റോക്കില്ല, കിട്ടിയിട്ടില്ല എന്നാണ് പറഞ്ഞിരുന്നത്. ഇപ്പോൾ ഈ കരിഞ്ചന്തയിൽ ഈ ഘട്ടത്തിൽ കുറേ ആളുകൾ ഇങ്ങനെ വിൽക്കുന്ന കിട്ടണമെന്ന് 2500 രൂപയൊക്കെ എറണാകുളത്തേക്ക് കൊണ്ട് കൊടുക്കണമെന്ന് പറയുന്നുണ്ട്. പക്ഷെ നമുക്കൊന്നും കിട്ടിയിട്ടില്ല. അങ്ങനെയാണ് സംഭവം. ഇപ്പോൾ കരിഞ്ചന്തയിലുണ്ടെങ്കിലും വാങ്ങിക്കാൻ തയ്യാറായിട്ട് ആൾക്കാരുണ്ടല്ലേ? കരിഞ്ചന്തയിൽ കാരണം ആൾക്കാർ നമ്മുടെ ഇവിടെ സ്ഥിരം ഊണ് കഴിക്കാനും ആൾക്കാർ വരണമുണ്ട്. നമ്മൾ നിലനിർത്തേണ്ടതുണ്ട്. നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ തീർച്ചയായിട്ടും കിട്ടിയാൽ എടുക്കും. ഇത്തരം പണിക്കാരെയും ഇത്തരം കാര്യങ്ങളും ആൾക്കാരെയും വെച്ച് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതല്ലേ. ഇന്നിപ്പോൾ നമ്മളിപ്പോൾ ഈ ബൊഫെ എങ്ങനെ കൈകാര്യം ചെയ്യണം? അങ്ങനെ വിറകണ്ട, വിറകടുപ്പിലാണ് കൈകാര്യം ചെയ്യുന്നത്. കണ്ടില്ല, അതായത് ഇവർ സാധാരണഗതിയിൽ ഒരു ദിവസം 3 സിലിണ്ടർ 3 സിലിണ്ടറോളം ആവശ്യമുണ്ട്. പല കടകളിലും അതുതന്നെയാണ്. ഇത് ചെറുകിട സ്ഥാപനങ്ങളിലാണെങ്കിലും വൻകിട സ്ഥാപനങ്ങളിലാണെങ്കിലും രൂക്ഷമായ പ്രതിസന്ധിയാണ് നിലവിലുണ്ടാകുന്നതാണ് മനസ്സിലാക്കുന്നത്. ഗാർഹിക ഉപഭോക്താക്കളെയും ഇത് കാര്യമായി തന്നെ ബാധിക്കുന്നുണ്ട്. ഗ്യാസിൻ്റെ ലഭ്യത കുറവ്,